ഹലോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡബിൾ റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. വീഡിയോ എടുക്കുന്നവർക്കൊക്കെ ഇത് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡബിൾ റോൾ ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ പറ്റിയൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. എങ്കിൽ മാത്രം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓളം തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്ലിപ്റ്റ് വീഡിയോ ആൻഡ് ക്യാമറ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അതൊന്ന് ഓപ്പൺ ആക്കുക. ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ പെർമിഷനൊക്കെ നമ്മളൊന്ന് ആലോ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ പെർമിഷനൊക്കെ ഒന്ന് ആലോ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കവിടെ ഗെറ്റ് പ്രീമിയം ഓപ്പൺ ക്യാമറ എന്ന് നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളവിടെ ഓപ്പൺ ക്യാമറയിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ഓപ്പൺ ആവുക. ഇത് ഓപ്പൺ ആകുമ്പോൾ ഇപ്പറേ കുറച്ച് വെള്ളയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പറേ നല്ല ക്ലിയറിലും കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ? എന്നിട്ട് നമ്മൾ താഴെ ഒരു ചുവന്ന ഇത് കാണാൻ സാധിക്കും. വീഡിയോ റെക്കോർഡാക്കാനുള്ള ഇതാണ്. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വീഡിയോ കണ്ടോ റെക്കോർഡാവുന്നതായിരിക്കും. അതെത്ര 30 സെക്കൻഡ് അല്ലെങ്കിൽ 30 മിനിറ്റ് നമുക്ക് എത്ര സെക്കൻഡാണ് വേണ്ടത് അവിടെ ഇങ്ങനെ ലോഡാവുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് ഞാൻ അവിടെ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഇപ്പുറ സൈഡ് കൂടി ആ പൂവിൻ്റെ വീഡിയോ ഒന്ന് എടുക്കണം. ഞാനിപ്പോൾ പൂവിൻ്റെ എടുക്കുന്നത് കണ്ടോ, ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വീഡിയോ നമ്മൾ ആദ്യം എടുത്ത വീഡിയോ നമുക്ക് അപ്പുറമായിട്ട് കാണാൻ സാധിക്കും. രണ്ടും ഒരേ പൂവാണ്. എന്നിട്ട് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരേ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് വരുന്നത്. എന്നിട്ട് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ? എന്നിട്ട് അതൊന്ന് ലോഡാവും. പ്രോസസ്സിങ് എന്ന് കാണിക്കുന്നുണ്ട്. അതൊന്ന് ലോഡാവട്ടെ. അത് ലോഡായി. കണ്ടോ? അപ്പോൾ ഇപ്പോൾ രണ്ടും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഒരു ഡബിൾ റോളായിട്ട് വന്നിരിക്കുന്നതാണ്. ഞാൻ പൂവ് കാണിക്കാനുള്ള കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡബിൾ റോള് ഇത് മാത്രം. പിന്നെ നമുക്ക് ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് അങ്ങനെ ഇതിലൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡബിൾ റോളൊക്കെ ചെയ്യുന്നവർക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആവും. അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോന്റെ ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് പോയി നോക്കുക. ചാനലിൻ്റെ ഉള്ളിൽ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ അതിലുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഓളം തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.